മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടില്ല. ആക്ച്വലി അത് മീഡിയകളിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത സത്യത്തിൽ പിന്നെ സർക്കാരിനടുത്തൊരു സ്റ്റെപ്പ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഞങ്ങളുടെ വിത്തിൻ ഡേയ്സ് കോടതിയിൽ എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയിൽ 7-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു പരാമർശം വരാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ കൃത്യമായ ഒട്ടനേഷ്യ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രോട്ടോക്കോൾ നിശ്ചയിച്ചുകൊണ്ട് പിന്നെ അതന്നെ ഈ മീഡിയകളിൽ വരുന്നിടത്തൊരു വാർത്ത വരുന്നത് നായകളെ കൊല്ലാൻ ഉത്തരവ് കൊടുക്കുന്നതൊക്കെയാണ്. അങ്ങനെ അല്ല, ഒട്ടനേഷ്യക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ് മാരകമായ രോഗം വന്നിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അപകടകാരികളായിട്ടുള്ള നായ്ക്കളെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ ഒരു കമ്മിറ്റിയുണ്ട്. ഒരു പിന്നെ 7ഓളം പേര് വരുന്ന ആളുകളെ നിശ്ചയിച്ച് അവർ അതിന് അംഗീകാരം കൊടുക്കും. എന്നാൽ മാത്രമേ ഉത്തരേഷ്യം നടക്കുള്ളൂ. ഒപ്പം പിന്നെ ABC സെൻ്ററുകൾ വർദ്ധിപ്പിക്കും. മലപ്പുറത്ത് ABC ഇല്ല, ഒറ്റ ABC സെൻ്ററില്ല. അപ്പം മലപ്പുറം ജില്ലയും കോട്ടയത്തുമാണ് കേരളത്തിൽ ഇല്ലാത്തത്. അത് വരേണ്ടതുണ്ട്. പിന്നെ നായ്ക്കളുടെ ഷെൽട്ടർ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ഇരട്ടിയോളം സ്ട്രേ ഡോഗ്സിൻ്റെ ഇരട്ടി പെറ്റ് ഡോഗ്സിൻ്റെ. ഈ പെറ്റ് ഡോഗ്സിനെ പലപ്പോഴും ഇത് പ്രസവിക്കുമ്പോൾ കൂടുതൽ കുട്ടികളാവും. അപ്പോൾ ഇത് പതുക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പ്രശ്നമുള്ളത്. ഇനി അത് കൃത്യമായി മോണിറ്റർ ചെയ്യും, അതിന് ടാഗ് ഉണ്ടാകും. അങ്ങനെ ചെയ്യുന്ന ആളുകളെ, ഡോഗ്സിനെ അങ്ങനെ ഉപേക്ഷിക്കുന്നവർക്കെതിരെ അടുത്ത പിഴയും ശിക്ഷയും ഉണ്ടാകും. അതൊക്കെയാണ് ഈ പുതിയ പ്രോട്ടോക്കോളിനകത്ത് അല്ലെങ്കിൽ പുതിയ എടുക്കുന്ന സമീപനത്തിനകത്ത് വരാൻ പോകും. അത് വളരെ പെട്ടെന്ന് തന്നെ അത് ഇറങ്ങാൻ പോകും. ഞങ്ങൾ നിയമസഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലിയിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അത് ഔദ്യോഗികമായി കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് പിന്നെ വേറെ വേണമെങ്കിൽ പലതും പറയാം. പക്ഷേ ഒരു മന്ത്രി എന്നുള്ള ആൾക്ക് ക്യാബിനറ്റിൻ്റെ സ്പിരിറ്റിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കാനുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. അത് അറിയില്ല, എനിക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ കക്ഷിയെ നടത്തിയാലും പറയുന്ന കാര്യം. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ കുഞ്ഞാർ സാഹിബ് നേരത്തെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഷംസു ഉണ്ടായിരുന്നു, സച്ചും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ അവരാണ് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഞാൻ ആ ക്യാബിനറ്റിലൊരു അംഗം മാത്രമാണ്. ആ ക്യാബിനറ്റിന് എടുത്ത തീരുമാനം ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ പറയേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് ഒരു മന്ത്രി എന്നുള്ള നിലത്ത് ക്യാബിനറ്റ് അംഗങ്ങൾ ഞാനെന്നാണ് പറഞ്ഞത്. ഞാനത് ക്യാബിനറ്റിൽ ഡിസ്കഷൻ പറഞ്ഞു. ഇനി അത് വന്നതിന് ശേഷം വാർത്താ സമ്മേളനത്തിന് ശേഷം താങ്കളുടെ ഈ അറബിക്കടലടക്കമുള്ള പ്രയോഗമാണ് വീണ്ടും ചർച്ചയാവുന്നത്. അപ്പോൾ ലീഗ് അതൊരു പ്രതിസന്ധിയാവില്ലേ എന്നാണ് ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയാവില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ ക്ലാരിറ്റിയും അതെങ്ങനെ പറയണമെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളത് പിന്നെയും പിന്നെ ചർച്ച ചെയ്യുന്ന സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതത്ര റെലവൻ്റ് ആണെന്നുള്ളത്. സബ് കമ്മിറ്റി തീരുമാനം വരുന്നതിന് തന്നെ UDF കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു സർക്കാർ എയിംസിനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതൊരു വൈരുദ്ധ്യമായിട്ടുള്ള നിലപാടല്ല. അല്ല, ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു സബ് കമ്മിറ്റി പുറത്ത് വരുന്നവരെ പറയില്ല. ഒന്ന്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഇപ്പോൾ പിന്നെ വല്ലാതെ മെഴുകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ നേതാക്കന്മാർ ബ്രിട്ടീസും ജലീലൊക്കെ അടക്കം ആളുകൂടെ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ മന്ത്രിസഭയിൽ ചെയ്ത പണിയുണ്ട് വളരെ കൃത്യമായി ഒരു സർക്കാർ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അത് റിയാലിറ്റിയാണ്. സർക്കാർ നിങ്ങൾക്കാർക്കും അഭിപ്രായമുണ്ടോ ഒപ്പുവെച്ചില്ലാന്ന്? ഇടതുപക്ഷത്തിന് അഭിപ്രായം ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പുവെച്ചവരെ അഭിപ്രായം പറയാതെ ആ ഒപ്പ് മാറ്റി കളയാൻ ഞങ്ങളോട് വരുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് ഏത് തരത്തിലാണ് സ്റ്റേറ്റിൻ്റെ ഒരു മതേതര പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അതിൽ ഇടപെടാൻ പറ്റുക എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്. ഒപ്പുവെച്ചവർ ഇപ്പോൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒപ്പുവെച്ചിട്ട് രണ്ടാമത് വന്ന സർക്കാരിലെ ഞങ്ങളോട് വന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ശിവൻകുട്ടി ഒപ്പുവെച്ചതല്ലേ? CPI അറിയില്ല എന്ന് പറഞ്ഞതല്ലേ? ഇടതുപക്ഷത്തിന് അത് റോളില്ലാതെ ഇടതുപക്ഷം CPM അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ ഒപ്പുവെച്ചത് ശരിയല്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കും, പൊളിറ്റിക്സ് സംസാരിക്കും. ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി
വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.